തരം ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യണം? ഇത് പലർക്കുള്ളൊരു സംശയമാണ്. ഒരു പാനും ആധാറും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാം. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പാർട്ണർഷിപ്പ്. എന്ത് തരം ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യണം? ഇത് പലർക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് എന്തിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യും? പ്രധാനമായും നമുക്ക് 4 തലത്തിലാണ് ബിസിനസ് രജിസ്ട്രേഷൻ ഉള്ളത്. 1 പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ണർഷിപ്പ്, 3 LLP, 4 കമ്പനി. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും എളുപ്പത്തിൽ തുടങ്ങാം. ഒരു പാനും ആധാറും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2 അല്ലെങ്കിൽ അതിലധികമോ ആൾക്കാരുണ്ട്, അതായത് പാർട്ണർ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഓപ്റ്റ് ചെയ്യുക. കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനാണ് LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് വരുന്നത്. 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവണം, പക്ഷേ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ കൂടെ വരും. പിന്നെ അടുത്തത് കമ്പനി. പലർക്കും കേട്ട് പരിചയം ഉണ്ടാവും. കമ്പനി തന്നെ പലതരമുണ്ട്. 1% കമ്പനിയുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്. ഇതിൽ നിന്ന് ആളുകൾക്ക് അവരുടെ ലയബിലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയും കൊണ്ടും ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇത് ഓരോ കമ്പനിയുടെയും അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റിയുടെയും ക്യാപിറ്റൽ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലയബിലിറ്റി എന്താണ്, അവരെങ്ങോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്, അവരുടെ ഗോൾ എന്താണ്, ഇതിനൊക്കെ അനുസരിച്ചിരിക്കും എന്ത് ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയയോടുകൂടി വേണം ഇത് ചൂസ് ചെയ്യാനായിട്ട്.